ഹായ് ഓൾ. നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ഹേർട്ടിൽ പഫ് സ്റ്റിച്ച് പോലെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ലൂപ്സ് എങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പഫ് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോണത്. ഞാനൊരു ഹേർട്ടും വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു റൗണ്ടും വരച്ചിട്ടുണ്ട്. നമുക്ക് ഹേർട്ടിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്താ ഈ അടി വരെ ആക്കിയിട്ടുണ്ട്. ലൂപ്പ് നല്ല വലുതാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ലൂപ്പ് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതായത് നീഡിൽ അടിക്ക് നല്ല സൈസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യണം, സ്പഞ്ച് ചെയ്യണം. അതായത് ബാക്ക് സ്റ്റിച്ച് അങ്ങനെ തന്നെ ചെയ്യണം, ഈസി ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വലിയ വലിയ എന്താ പറയുക ഗ്യാപ്പ് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂപ്സ് അധികം കിട്ടത്തില്ല. നമുക്കിതിൽ അത്യാവശ്യം ലൂപ്സ് വേണം. ഇതിൽ നിന്നല്ല, നമ്മളിനി ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഉള്ളിൽ നമുക്കധികം ലൂപ്പ് വേണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഔട്ട്ലൈൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്ത് എന്താ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് ഇടണം. ഒരു ഹേർട്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഈ ഒരു അപ്പുറത്തേക്ക് വേണമെങ്കിൽ ലൂപ്സ് അങ്ങടാക്കാം, അതായത് ഈ ഒരു കട്ടിങ് പോർഷൻ അങ്ങടാക്കാം, അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കും ആക്കാം. ഇതിപ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് മാറ്റേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈഡിലേക്ക് തന്നെ ആക്കുന്നത്. ഇനി വന്നിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫുള്ള് ലൂപ്പാക്കിയിട്ട് ഓരോന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഓരോ റൗണ്ട് കഴിഞ്ഞിട്ട് ഓരോ ലൂപ്സ് ചെയ്തായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതായത് ഇപ്പോൾ എന്താ ഇങ്ങനെ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്താലും മതി. കുറച്ചുകൂടെ ഈസി ആയി കിട്ടുക ഇതായിരിക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൂപ്സുകൾ എല്ലാതും കട്ടായി കിട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതാ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് വേഗമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ സിസർ നല്ല മൂർച്ച വേണം. ഈ ഒരു വർക്ക് വന്നിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അതായത് ഓരോ ലൂപ്സും കട്ട് ചെയ്തെടുക്കണം, പിന്നെ അത് നിന്ന് പഫാക്കി എടുക്കണം. ഇത് നമ്മളിപ്പോൾ ലൂപ്സ് കട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ലാസ്റ്റിലേക്കാണ് അത് ഷേപ്പാക്കി കൊടുക്കണുള്ളൂ കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി കൂടി പഞ്ച് ചെയ്തെടുക്കാം. നെക്സ്റ്റ് റൗണ്ട് കൂടെ പഞ്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു ലൂപ്പും കൂടി കട്ട് ചെയ്തെടുക്കാം.
നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ലൂപ്സും ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഉള്ളിലും ഫുള്ളായിട്ട് പഞ്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഓരോ റൗണ്ട്സ് കഴിയുമ്പോഴും കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, അത് വേറെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മളിതാ ഈ ഒരു പഫ് ഹേർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ലൂപ്സും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇത് രസമുണ്ട് കാണാനായിട്ട്, പക്ഷെ ഒരു ഫിനിഷിങ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇവിടേക്ക് ഒരു ഷേപ്പാക്കി കൊടുക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ പഫായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, പക്ഷേ ഒന്നുകൂടെ ഷേപ്പാക്കണം. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊന്തിയിട്ടും താഴ്ന്നിട്ടൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നമുക്ക് സിസർ വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞൊരു വാക്യൂം ക്ലീനർ ഉണ്ട്. അത് വേണമെങ്കിൽ മേടിക്കാം. പക്ഷെ നമുക്ക് അത്രയും വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നീറ്റാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നീറ്റാക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ക്ലോത്തിലൊക്കെ അതിൻ്റെ ആ ഒരു പാടുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു കീ ചെയിൻ ആക്കാം. ഇത് നമ്മൾ ബാക്കിൽ കട്ട് ചെയ്ത ശേഷം അവിടെ ഗം വെച്ച് ഒട്ടിച്ച് ഒരു ക്ലോത്തോ എന്തെങ്കിലും വെച്ചതിന് ശേഷം നമുക്കതൊരു കീ ചെയിൻ്റെ ഹോൾഡും കൂടി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കീ ചെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഷേപ്പാക്കി കൊടുക്കുക. സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കണമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പോവും. പക്ഷെ എൻ്റെ കയ്യിൽ ബ്രഷും ഇപ്പോൾ അവൈലബിൾ അല്ല. അതാണ് ഈ ഒരു സൈഡാക്കി കൊടുക്കാം.
ഒരു ക്ലോത്ത് ആയിരുന്നു, ഞാൻ തൽക്കാലം ഒരു ക്ലോത്ത് വെച്ചിട്ട് ചുറ്റും ഒന്ന് നീറ്റാക്കി എടുത്തതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത ശേഷം എഡ്ജസൊക്കെ ഒന്ന് ഗം വെച്ച് സ്റ്റിക്ക് ചെയ്ത ശേഷം ബാക്കിലൊരു ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കീ ചെയിൻ ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ ലൂപ്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലും ഇതുപോലെ നല്ല രസമുള്ളൊരു ഇത് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇതൊരു ബാഗിൽ ചെയ്ത ഫ്ലവറാണ്. എനിക്ക് അങ്ങനെ ലൂപ്സ് കട്ട് ചെയ്യേണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ ഇതിലും നമ്മൾ ലൂപ്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതുപോലെ പഫ് സ്റ്റിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് കുറച്ചും കൂടി എക്സ്പേർട്ട് ആവണം, ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത്രയും നീറ്റായിട്ട് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെറിയ വർക്ക്സൊക്കെ ആദ്യം ചെയ്ത് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം മാത്രം ശരിക്കുള്ളൊരു വർക്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,